ഇവിടെ പറഞ്ഞതുപോലെ രാജ്യത്ത് 100, അതിൽ 60-40 എന്നുള്ള നിലയിലാണ്. 60% കേന്ദ്രം, 40% സംസ്ഥാന സർക്കാർ. അതുകൂടാതെ GCDA കൂടി ചേർന്ന് 30 ലക്ഷം രൂപ വെച്ചു. അപ്പോ ആ നിലയിൽ ഇത് ഇന്നിവിടെ സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത്, കൊച്ചിയിൽ നമ്മുടെ ഇവിടെ, അതുപോലെ കോഴിക്കോട്, മലപ്പുറത്ത്, ഇത്രയും സ്ഥലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഇത് നിർമ്മിക്കുന്നത്. എന്താണ് ഈ ഫുഡ് സ്ട്രീറ്റിന്റെ ലക്ഷ്യം? അപ്പൊ നമ്മളെല്ലാവരും ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്. നമ്മളെല്ലാം തിരക്കുകളുള്ളവരാണ്. ഒരു ദിവസം ഒരു നേരം നമുക്ക് വീട്ടിൽ ഭക്ഷണം വെക്കേണ്ട, പുറത്തുനിന്ന് കഴിക്കാം നമ്മൾ ചിലപ്പോൾ തീരുമാനിക്കും. അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് ചിലപ്പോൾ നമ്മൾ ജോലി സംബന്ധമായി ഒറ്റയ്ക്കായിരിക്കും, കുക്ക് ചെയ്യാൻ പറ്റില്ല, പഠന സംബന്ധമായി വീട്ടിൽ നിന്ന് മാറിയായിരിക്കും. അങ്ങനെയാണെങ്കിലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അപ്പൊ ഇതിന്റെ ആരോഗ്യപരമായ കാഴ്ചപ്പാടിൽ ഇതിനെ കാണുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യം. അപ്പൊ വൃത്തിയുള്ള ശുദ്ധമായ ഭക്ഷണം കഴിക്കണം. ഇന്നിപ്പോ ആദ്യത്തെ സ്റ്റോൾ അവിടെ ഓപ്പൺ ചെയ്തത്, തുറന്നത് മില്ലറ്റ്സ് ആണ്. നമ്മുടെ ഒരു കാലത്ത് നമ്മുടെയൊക്കെ ആഹാരത്തിന്റെ ഭാഗമായിരുന്നു ഇങ്ങനെയുള്ള ചെറുധാന്യങ്ങളൊക്കെ, മില്ലറ്റ്സ്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ അതെല്ലാം മാറി മറ്റൊരു ഇതിലേക്ക് പോയി. പക്ഷെ ഇത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ വൃത്തി, ആരോഗ്യം, ഇതെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ വളരെ മനോഹരമായിട്ട് ഇത് ഇവിടെ പൂർത്തീകരിക്കുമ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഇതൊരു തുടക്കമാണ്. ഇവിടെ ഇപ്പം പറഞ്ഞു കിഫ്ബിയിലൂടെ ഈ ഒരു റോഡ് അത് മനോഹരമായി നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടന്നു വരുന്നുണ്ട്. GCDA പ്രോജക്റ്റ് ഉണ്ട്. ബഹുമാനപ്പെട്ട MLA ശ്രീ TJ വിനോദ് അദ്ദേഹത്തിന്റെ ഫണ്ട് വെച്ചിട്ട് ഇവിടെ പാർക്ക് നവീകരിക്കുന്നുണ്ട്. അതായത് ഏതാനും മാസങ്ങൾക്കകം കൊച്ചിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഇടമായിട്ട് ഈ പ്രദേശം മാറാനായിട്ട് പോവുകയാണ്. അപ്പൊ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് കാണുന്നു. എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഒരുപാട് തെരുവുകളിൽ, സ്ട്രീറ്റുകളിൽ ആഹാരം വിൽക്കുന്നവരുണ്ട്. ഇതൊരു മാതൃക കൂടിയാണ്. ഇത് ഇങ്ങനെയാണ് നമ്മൾ വിൽക്കേണ്ടത്. ഇതിന്റെ മാലിന്യ സംസ്കരണം ഇങ്ങനെയായിരിക്കണം, ഇങ്ങനെയാണ് വൃത്തിയോടുകൂടി ഭക്ഷണം സൂക്ഷിക്കേണ്ടത് എന്നുള്ള ഒരു മാതൃക കൂടിയാണ് ഇതിന്റെ ഭാഗമായി നമ്മൾ വെക്കുന്നത്. വഴിയോര ഭക്ഷണശാലകളിൽ നിന്ന് മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ള ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനും മലിനീകരണം തടയുന്നതിനുമൊക്കെ ഇത് സഹായകരമാകും. അപ്പൊ ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ആരോഗ്യവകുപ്പിന്റെ ഭാഗമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഞാൻ അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞാണ്. FSSAI ആക്ട് നിലവിൽ വന്നത്, കേന്ദ്ര ആക്ട് ആണ്. നിലവിൽ വന്നത് 2006 പാസ്സാക്കിയതെങ്കിലും അത് ഒപ്പുവെച്ച് നിലവിൽ വന്നതും അതിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ചതും 2011 അത് വന്നിട്ടുള്ളത്. അപ്പൊ 2011 നിലവിൽ വന്ന ഒരു ആക്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് നമ്മൾ ശ്രമിക്കാം. ഈ കാലഘട്ടത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ വാങ്ങിക്കുന്ന ഒരു പാഴ്സലിനകത്ത് ഏത് സമയത്ത് വാങ്ങിക്കുന്നു, എത്ര സമയം ഇത് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മളിപ്പോ 7:30 വാങ്ങിക്കുന്നു, 2 മണിക്കൂറിനുള്ളിൽ ഇത് ഉപയോഗിക്കണം, ഡേറ്റ് സഹിതം അതിന്റെ പുറത്തുണ്ടാകണം എന്നുള്ളതാണ്. ഇത് നിർബന്ധമായി നടപ്പിലാക്കണം എന്നുള്ളതാണ്. ഒരു വിട്ടുവീഴ്ചയും അതിലില്ല. ഇനി ഏതെങ്കിലും കടയിൽ അങ്ങനെ അല്ലാതെ ഉണ്ടെങ്കിൽ ആ സമയം തന്നെ നമുക്കൊരു ഗ്രിവൻസ് പോർട്ടലുണ്ട് ഫുഡ് സേഫ്റ്റിയുടെ, വിളിച്ചു പറയാം, അതിന്റെ ഫോട്ടോസ് അയക്കാം, വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഇത് മാത്രമല്ല, ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോസും നമുക്കെടുത്ത് അപ്ലോഡ് ചെയ്യാം. അതിലെ നടപടികൾ ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നവർ, ഭക്ഷണം സെർവ് ചെയ്യുന്നവർ, അവർക്ക് ഫിറ്റ്നസ് ഉണ്ടായിരിക്കണമെന്ന്, അവർക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടായിരിക്കണം. പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ പാടില്ല. വൃത്തിയായി നഖം ഉൾപ്പെടെ എല്ലാം വെട്ടി വൃത്തിയായിരിക്കണം. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ തലയിൽ ക്യാപ്പ് ധരിക്കണം. മറ്റ് പകർച്ചവ്യാധികളൊന്നും ഉണ്ടാകാൻ പാടില്ല. മാസ്ക് ധരിക്കണം. ഇതെല്ലാം നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇനി ഇതല്ലാതെയുള്ള ഇടങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതും നടപടി എടുത്താണ് പോകുന്നത്. അങ്ങനെ നടപടി എടുക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് വാസ്തവത്തിൽ നമ്മുടെ പ്രോസിക്യൂഷൻ, നമ്മുടെ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ 2 വർഷം തുടർച്ചയായി രാജ്യത്തെ ഏറ്റവും മികച്ച ഭക്ഷ്യസുരക്ഷാ വകുപ്പിനുള്ള പുരസ്കാരം കേരളത്തിനാണ് ലഭിക്കുന്നത്. നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിൽ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ ഹെൽത്ത് കാർഡ് നടപ്പിലാക്കിയപ്പോ കേന്ദ്ര ചട്ടത്തിൽ പറയുന്നത് എന്താ പറയുക, ടൈഫോയിഡ് വാക്സിൻ എടുത്തിരിക്കണം എന്നുള്ളതാണ്.
ഇപ്പൊ ടൈഫോയിഡ് വാക്സിൻ നോക്കിയപ്പോൾ 2000 രൂപയാണ് വില. അപ്പോൾ നമ്മുടെ ഹോട്ടൽ അസോസിയേഷൻ സംഘടനകൾ വന്നു, ഞങ്ങൾക്ക് ഈ 2000 രൂപ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആരോഗ്യവകുപ്പിലെ കാരുണ്യ ഫാർമസി വഴി ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് 80 രൂപയ്ക്ക് 4 പേർക്ക് വാക്സിൻ എടുക്കുന്ന നിലയിൽ അത് ക്രമീകരിച്ചു കൊടുത്തു. അപ്പൊ നമ്മുടെ ഈ ഒരു വലിയ കൂട്ടായ പ്രവർത്തനമാണ്. ഒട്ടേറെ കാര്യങ്ങൾ ഈ മേഖലയിൽ ചെയ്യുന്നതിന് ഉണ്ട്. അപ്പോ ഇത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് പറയട്ടെ. ഭക്ഷ്യ സംരംഭകർക്കും പൊതുജനങ്ങൾക്കുമിടയിൽ സുരക്ഷിതവും ആരോഗ്യകരവുമായിട്ടുള്ള ഭക്ഷണ രീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള കടകളിൽ നിൽക്കുന്നവർ, പ്രത്യേകിച്ച് നമ്മുടെ ഫുഡ് സ്ട്രീറ്റിലുള്ളവർ ഫോസ്റ്റാക് ട്രെയിനിങ് കൂടി കഴിഞ്ഞിരിക്കണം എന്നുള്ളത്. ഇവിടെ മാത്രമല്ല കേട്ടോ, എല്ലാ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഉള്ളവർ അവർ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഒരു പരിശീലനമുണ്ട്. ആ പരിശീലനമുള്ള സർട്ടിഫിക്കറ്റ് അവർക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ അതിൽ പ്രയാസങ്ങൾ നേരിടും. പക്ഷെ സാരമില്ല, അത് കൃത്യമായി പൊതുജന നന്മയ്ക്കും പൊതുജന ആരോഗ്യം സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൂടിയാണ് ഒരു ലക്ഷ്യമാണ് നമുക്കുള്ളത്. നമുക്ക് നമ്മുടെ കേരളത്തെ ഒരു ഫുഡ് ഡെസ്റ്റിനേഷൻ ആക്കണം, കൊച്ചി ഒരു ഫുഡ് ഹബ്ബ് ആകുക എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത നോർക്ക സംഘടിപ്പിച്ച ലോകകേരള സഭയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ലീഡേഴ്സ് സമ്മിറ്റ് ഉണ്ടായിരുന്നു. അതായത് വിവിധ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ഇവിടെ വന്ന് അവരുടെ ആവശ്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. 2031 ആകുമ്പോഴേക്കും കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് 75 വർഷം പൂർത്തിയാകാനായിട്ട് പോവുകയാണ്. അപ്പൊ 2031 കേരളം എന്താകണം എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുകയാണ് നയരൂപീകരണത്തിന്റെ ഒക്കെ ഭാഗമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അതിൽ വന്ന ഒരു പ്രധാന പ്രപ്പോസൽ കൂടിയാണ്. കേരളം ഒരു ഫുഡ് ഹബ് ആകണം, ഒരു ഫുഡ് ഡെസ്റ്റിനേഷൻ ആകണം. നമുക്ക് ധൈര്യത്തോടെ വന്ന് ഇറങ്ങി ഭക്ഷണം കഴിച്ച് നമ്മുടെ തനതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് പോകുന്നത് അതൊരു സംസ്കാരം കൂടിയാണല്ലോ. നമ്മൾ ഇപ്പൊ തലശ്ശേരി ബിരിയാണി എന്ന് പറയുമ്പോൾ അതൊരു സംസ്കാരത്തെ കൂടിയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഒരു ആഹാരം അവിടെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതല്ല, അതിന്റെ ഒരു ചരിത്രമുണ്ട്, ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും അതിന്റെ ഭാഗമായിട്ട് വരും എന്നുള്ളതാണ്. സോ ഫുഡ് ഇറ്റ് സെൽഫ് റെപ്രസെന്റ്സ് എ കൾച്ചർ, ഒരു സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നത് കൂടിയാണ്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ അവസരത്തിൽ കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയട്ടെ. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആരോഗ്യ വകുപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുമാണ്, അല്ലെങ്കിൽ വെൽനസ് സെന്റേഴ്സ് ആണ്. ഇപ്പോ ഇവിടെ പറയുകയായിരുന്നു, ആദ്യം നമ്മൾ ഉദ്ഘാടനം ചെയ്തെടുത്ത് OP 600 OP ആണ് വരുന്നത് ഒരു ദിവസം. 600 OP. അതായത് നമ്മൾ നേരത്തെ എവിടെയാണ് പോകുന്നത്? ജനറൽ ആശുപത്രിയിൽ പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകും. അവിടെ ഒന്നും പോകണ്ട, നമ്മുടെ നഗരാരോഗ്യ കേന്ദ്രത്തിൽ പോകാം, നമ്മുടെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ പോകാം. ചൊവ്വാഴ്ചകളിൽ സ്ത്രീകൾക്കുള്ള ക്ലിനിക്കാണ്, പോകാം, സൗജന്യമായി പരിശോധിക്കാം. അവിടെ പ്രമേഹമുണ്ടോ, രക്തസമ്മർദ്ദമുണ്ടോ, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും. നല്ല ഇന്റർവെൻഷൻ ആയിരുന്നു. കൊച്ചി കോർപ്പറേഷൻ നന്നായിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട്. അതിലും പ്രത്യേകം ആയിട്ടുള്ള സന്തോഷം അറിയിച്ചു കൊള്ളട്ടെ. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട MLA ഇവിടെയുണ്ട്. ഞങ്ങൾ അല്പം മുൻപ് ജനറൽ ആശുപത്രിയിലെ ഉദ്ഘാടനങ്ങൾ നടത്തിയിട്ടാണ് ഇവിടെ വരുന്നത്. ജനറൽ ആശുപത്രിയിൽ ക്യൂർ ഫ്രണ്ട്ലി ക്ലിനിക്കും അതോടൊപ്പം തന്നെ 2ാമത്തെ കാത്ത് ലാബ് അത് നവീകരിച്ചതും പക്ഷാഘാതത്തിന്റെ ICU അത് ഉദ്ഘാടനം ചെയ്തു. പിന്നെ MLA ഫണ്ടിൽ നിന്നുള്ള ഒരു മോർച്ചറിയും ഒക്കെ തന്നെ അവിടെ സജ്ജമാക്കി അതെല്ലാം ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഇവിടേക്ക് വരുന്നത്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ. ഫുഡ് സേഫ്റ്റി കമ്മീഷണറും മറ്റ് FSSA പ്രതിനിധി എല്ലാവരും ഇവിടെയുണ്ട്. എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾക്ക് ഏവർക്കും ബഹുമാന പുരസ്സരം സമർപ്പിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.